ഏയ് സീറോ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? സ്കാൻ ചെയ്യാൻ അവിടെ ഇരിക്കുന്ന ഡോക്ടറെ നിനക്കറിയില്ലേ? ഓ, അറിഞ്ഞൂടെ? അതുകൊണ്ടാണോ നീ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്നേ? അങ്ങനെയൊന്നുമല്ല, എനിക്ക് നന്നായിട്ട് അറിയുന്ന ഡോക്ടർ തന്നെയാ. അവര് ഞങ്ങളുടെ ഫാമിലി ഡോക്ടറല്ലേ. പിന്നെന്തിനാ ടെൻഷൻ? നമ്മൾ അവിടെ ചെല്ലുന്നു, സ്കാനിങ് ചെയ്യുന്നു, കുറച്ച് സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടിരിക്കുമ്പോഴേക്കും അവരേതെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്കാൻ റിപ്പോർട്ട് തരില്ലേ? അതും വാങ്ങിച്ചിട്ട് പോയിട്ട് വീട്ടിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു, അത്ര തന്നെ. ഇനി സ്കാനിങ്ങിലെങ്ങാനും ഇവള് പ്രഗ്നന്റ് അല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇവള് ശിവാനി അല്ലെന്ന് മനസ്സിലാവും. അങ്ങനെ ഉണ്ടായ എന്താ ചെയ്യാ? ഹലോ ഡോക്ടർ, നമസ്കാരം. ഞാൻ ധനഞ്ജയനെ സംസാരിക്കുന്നത്, ദിഗ്വിജയന്റെ ബ്രദർ. എന്താ വിളിച്ച? ഇത് തന്നെ ഇവിടെ അയച്ചു തരുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ആരാ ഡോക്ടർ ഫോൺ ചെയ്തത്? ദിഗ്വിജയന്റെ അന്യൻ ധനഞ്ജയ ഇപ്പൊ വിളിച്ചു വെച്ചത്. ദിഗ്വിജയന്റെ മകൻ തൃശൂൽ ഭാര്യയായിട്ട് ഇപ്പൊ സ്കാനിങ്ങിന് വരുന്നുണ്ട്. ഞാനിപ്പോ അവരുടെ വീട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. ചെക്കപ്പ് ചെയ്തപ്പോ എല്ലാം നോർമലായിട്ടാ കാണിച്ച ഡോക്ടർ. വലിയ വീട്ടുകാരല്ലേ, മരുമകളോടുള്ള കൺസേൺ കൂടുതലായിരിക്കും. എനിവേ, സ്കാൻ ചെയ്ത റിപ്പോർട്ട് അപ്പൊ തന്നെ അയച്ചു കൊടുത്തേക്കാം. ഏയ് സീറോ, നമ്മള് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, വന്നിട്ടില്ല. വന്നിട്ടില്ലേ? പക്ഷെ എനിക്കെന്താ നമ്മള് രണ്ടുപേരും ഇവിടെ വന്നതായിട്ടൊരു തോന്നൽ വരുന്നേ? അതെന്താന്ന് എനിക്കറിയില്ല. ഞാൻ നിന്റെ കൂടെ ഹോസ്പിറ്റലിൽ ഇതുവരെ വന്നിട്ടേ ഇല്ലല്ലോ. ഓ, അങ്ങനെയാണെങ്കി എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും. വാ പോവാം. എന്താ പറ്റിയത്? പിന്നെ എന്തിനാ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? സ്കാൻ ചെയ്യേണ്ടത് തന്നെയല്ലേ? വാ നമുക്ക് പോവാം. ഓ, ഞാനിപ്പോ പ്രഗ്നന്റ് ആണല്ലേ? അങ്ങനെ അഭിനയിക്കാം. ഓക്കെ, ഇങ്ങനെ. ശൈലു, ക്യാരക്ടറാണ് പ്രധാനം. വാ ഡോക്ടറെ. തൃശൂൽ. ഹലോ ഡോക്ടർ. ഹലോ, ചെറിയച്ചൻ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. ഹായ് ശിവാനി. നമസ്തേ. വരൂ. എന്താ ഡോക്ടറെ കാണിക്കുന്നേ? ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റില്ലേ? ഞാൻ ജനറൽ ചെക്കപ്പ് അല്ല ഇപ്പൊ ചെയ്യുന്നത്, സ്കാനിങ് ആ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തു പറ്റി തൃശൂൽ? എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നേ? സ്വന്തം കുഞ്ഞിനെ കാണാൻ ആഗ്രഹമില്ലേ? അകത്തേക്ക് വാ. ആ ദിവസം എന്റെ ജീവിതത്തില് എന്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന നിമിഷമായിരിക്കും എന്ന് കരുതിയിരുന്നു. ആ സമയത്ത് എന്റെ ശിവാനി എന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അവൾ എന്നെ വിട്ടു പോയല്ലോ.
എനിക്ക് ഇക്കിളിയാവുന്നു. അല്ല തൃശൂൽ എന്താ അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നേ? ഇങ്ങോട്ട് നോക്ക്. നോക്കാം ഡോക്ടറെ. എന്ത് പറ്റി തൃശൂൽ? ഡോക്ടറെ, അത് പിന്നെ ഈ സ്കാനിങ് എക്യുപ്മെന്റ്സിനൊന്നും പ്രശ്നമില്ലല്ലോ. സ്കാനിങ് എക്യുപ്മെന്റ്സ് ഒക്കെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ അങ്ങനെ ചോദിച്ചേ? ഉറപ്പാണോ? എല്ലാം ഓക്കെ അല്ലേ? ഡോക്ടർ പ്ലീസ് ഒരു തവണ കൂടെ സ്കാൻ ചെയ്യൂ. പ്ലീസ് പ്ലീസ് ഡോക്ടർ. ശരി, താങ്ക് യു. ഡോക്ടർ 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 ഇവിടെ ഇവിടെ. അതെ, കുഞ്ഞ്. ആരും ഇതുവരെ കുഞ്ഞിനെ കണ്ടിട്ട് ഇത്ര എക്സൈറ്റ് ആയിട്ടില്ല. ഡോക്ടർ, ഇത് 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 ശരിയായിട്ടല്ലേ കാണിക്കുന്നത്? ആ, എന്ത് പറ്റി തൃശൂൽ? ഡോക്ടർ ഒരു തവണ കൂടി പ്ലീസ് 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 ഒരു പ്രാവശ്യം കൊണ്ടൊന്ന് കാണിച്ചു തരും. ശരി. ഈശ്വര, ഞാൻ ഇതുവരെ കണ്ടത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇനിയെങ്കിലും സത്യം എന്താണെന്ന് എന്റെ കണ്ണിലൊന്ന് കാണിച്ചതാ. ദാ നോക്കിക്കോളൂ. ഡോക്ടർ ഒന്ന് നോക്കി. ഡോക്ടർക്ക് എന്താ കാണാൻ പറ്റുന്നത്? കുഞ്ഞിനെയാ കാണുന്നത്, അല്ലാതെ വേറെന്ത് കാണാനാ? ഡോക്ടർ അല്ലേ ഈ കറക്റ്റ് ആയിട്ട് നോക്കുന്നില്ലേ? കുഞ്ഞു തന്നെയല്ലേ? തൃശൂൽ, കുഞ്ഞിനെ കാണാൻ എങ്ങനെ ഇരിക്കുമെന്നാ ഈ സ്റ്റേജിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവാ. എന്ത് പറ്റി തൃശൂൽ? കുഞ്ഞിനെ കണ്ടിട്ട് നിനക്ക് സന്തോഷായില്ലേ? ഓ, സ്കാൻ ചെയ്ത് നോക്കുമ്പോ കുഞ്ഞിന്റെ കണ്ണും മൂക്കും ഒക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നതാണോ നീ കരുതിയത്? അതെ ഡോക്ടർ. ഈ സ്റ്റേജിൽ കുഞ്ഞിനെ കാണാൻ ഇങ്ങനെയായിരിക്കും. ഒരു പേടിയും വേണ്ട. ഞാനിപ്പോ ഡോക്ടർ. ഹേ ഭോലനാഥ, മഹാമഞ്ജുനാഥ, നടരാജ, അങ്ങയുടെ ലീലകളെല്ലാം അവളുടെ കഴുത്തിലെ മാലയായല്ലോ. നിന്റെ നേത്രാഗ്നിയിൽ നിന്ന് മറവി എന്ന മറ നീക്കി ഞങ്ങളെ ജയിപ്പിക്കൂ മഹേശ്വര. ഇനി ദുഷ്ടക്കൂട്ടങ്ങളുടെ അട്ടഹാസം തീരുവാനുള്ള സമയമായി. നാഗിനിയുടെ ചുടുരക്തത്തിന് പകരമായിട്ടിപ്പോൾ സകല ദുഷ്ടക്കൂട്ടങ്ങളും സർവനാശമാവാനുള്ള സമയം വന്നു എന്ന് വെച്ചാൽ, അവൾ തന്നെയാണോ ഇവൾ? അതോ അവളാണോ സത്യം? അതോ സത്യമാണോ മുഖം മൂടി? മുഖം മൂടിയാണോ ഇനി സത്യം? എങ്കിൽ അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് സത്യമാണോ? ഹലോ, പറയാമേ. തൃശൂൽ, നീ എവിടെയാടാ? ഹോസ്പിറ്റലിലാ. പറഞ്ഞോ. എന്താ അവിടെ സംഭവിക്കുന്നേ? പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇവിടെ വന്ന ഡോക്ടർ ഷൈലു പ്രഗ്നന്റ് ആണെന്നല്ലേ പറഞ്ഞത്? അവര് പറഞ്ഞത് നുണയല്ലേ? അല്ലമ്മേ, അവർ പറഞ്ഞ സത്യം തന്നെയാ. ഇവിടെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഷൈലു പ്രഗ്നന്റ് ആണെന്നേ. തൃശൂൽ, നീ പറയുന്നത്? അമ്മ സത്യമാണമ്മേ, ഞാൻ പറയുന്നതൊക്കെ സത്യം. സ്കാനിങ്ങിൽ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് തന്നെയാ. ഞാനിപ്പോ അമ്മയോട് പറഞ്ഞതെല്ലാം. ഈ ശൈലി തന്നെയാണ് എന്റെ ശിവാനി എന്ന് എനിക്ക് തോന്നുന്നുണ്ടമ്മേ. എന്തൊക്കെയാ നീ പറയുന്നേ? ശിവാനി പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഇവൾ എങ്ങനെയാണ് ശിവാനി ആകുന്നത്?
കാരണം ഉണ്ടമ്മേ. കാരണമുണ്ടെന്ന് പറയുമ്പോ അതെന്ത് കാരണമാടാ? കാരണം അമ്മ രണ്ടുപേരുടെയും വയറ്റിലും ഞാൻ കണ്ട കുഞ്ഞ്. എന്ത്? അമ്മ അത് ഒന്നുമില്ല അമ്മ. അവിടെ ഒക്കെ തന്നെ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ അവിടേക്കല്ലോട്ടെ. ഞാൻ വന്നിട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തേ സംഭവിക്കുന്നത്? ശൈലു പ്രഗ്നന്റ് ആണ്. അവള് തന്നെ ശിവാനി എന്നും പറയുന്നു. അവള് തന്നെയാണ് ശിവാനി എന്ന് പറയാൻ എന്തായിരിക്കും കാരണം? ഡോക്ടറെ, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് എനിക്ക് പോവാലോ അല്ലേ? അല്ല അതെന്താ മോളെന്താ അങ്ങനെ പറഞ്ഞേ? കുഞ്ഞിനെ കാണാൻ മോൾക്ക് ആഗ്രഹമില്ലേ? ബേബിയോ? നിനക്ക് ബേബിയെ കാണാൻ ആഗ്രഹം തോന്നില്ലേ? ബേബിയോ? ബേബി എവിടെയുള്ളത്? അവിടെ നോക്കിട്ട് എന്താ കാര്യം? ഇങ്ങോട്ടേക്ക് നോക്ക്. കുഞ്ഞ്? ആ കുഞ്ഞ്. അല്ല അതെങ്ങനെ ഇവിടെ? എന്താ മോളെ ഇത്? ഇപ്പോഴത്തെ കുട്ടികൾ ഓപ്പറേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പോലും ഞങ്ങളോട് പറയാറുണ്ട്. എന്നിട്ട് മോളത് എന്തൊക്കെയാ പറയുന്നേ? അല്ല ഡോക്ടറെ, കുഞ്ഞിനെ കാണാനേ നല്ല ഭംഗിയുണ്ട്, അതാ ചോദിച്ചത്. അതാരുടെ കുഞ്ഞ്? നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് തന്നെയല്ലേ നിന്റെ കുഞ്ഞ്. എന്താ? എന്റെ കുഞ്ഞോ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അതായിരിക്കും വീട്ടിലുള്ളവരൊക്കെ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്. നിന്റെ തമാശയും ഈ കുട്ടിക്കളിയും അതിനെല്ലാം തന്നെ ആ തൃശ്ശൂലും നിന്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത വീട്ടുകാർ ടെൻഷൻ ആവാതിരിക്കോ പറ? കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാ. കുഞ്ഞ് നല്ല ഹെൽത്തിയാണ്. ചില മരുന്നുകളൊക്കെ ഞാൻ കുറിച്ചു തരാം, സമയത്തിന് അതൊക്കെ എടുത്ത് കഴിച്ചോണം. ഓക്കെ? നിങ്ങൾ കുഞ്ഞിനെ വളരെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. മറ്റമ്മമാർക്കും നിങ്ങളൊരു മാതൃകയായിരിക്കണം. ഹലോ. നമസ്തേ ഡോക്ടർ, പറയൂ എന്തായി കാര്യങ്ങള്? നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കണ്ട. അമ്മയും കുഞ്ഞും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടാ ഉള്ളത്. ഡോക്ടറെ, സത്യം തന്നെയാണോ ഈ പറയുന്നത്? വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ അങ്ങനെയാ. അത് തന്നെയാ ഞാൻ നിങ്ങളോടും പറയുന്നത്. എത്രയും പെട്ടെന്ന് ഈ റിപ്പോർട്ട് അയച്ചു തരാനായിട്ട് ഇവിടെ ആരെങ്കിലും ഞാൻ ഏൽപ്പിച്ചേക്കാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. എന്തായി ദിഗ്വിജയ? ഇവിടെ വന്ന ആ ഡോക്ടർ എന്ത് പറഞ്ഞോ അവിടെ സ്കാനിങ്ങിലും അതേ കാര്യം തന്നെ സംഭവിച്ചിരിക്കുന്നേ. അമ്മയും കുഞ്ഞും രണ്ടാളും ആരോഗ്യത്തോടെ ഇരിക്കുന്നു അത്രേ. ഇതെങ്ങനെ സംഭവിക്കും? അപ്പൊ അവള് നിന്റെ മരുമകൾ തന്നെയാണോ? അല്ലാതെ പിന്നെ അവൾ എങ്ങനെ പ്രഗ്നന്റ് ആവാനാണ് സാധ്യത? ഇല്ലല്ല, ഇതിലെന്തോ കുഴപ്പം മണക്കുന്നുണ്ട്. അവളുടെ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് നോക്കാം. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ശിവാനി എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നവള് ശിവാനിയെ പോലെ തന്നെ പ്രഗ്നന്റ് ആവാനായിട്ട് എങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഏതായാലും ആ റിപ്പോർട്ടൊന്ന് വരട്ടെ. ശിവാനി അന്ന് കൺസീവ് ആയെന്ന് ഡോക്ടർ കൺഫേം പറഞ്ഞ ആ ഡേറ്റ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ഡേറ്റും ഈ ഡേറ്റും അതുപോലെ തന്നെ ആ ഡേറ്റ് മുതൽ ഈ ഡേറ്റ് വരെ കുഞ്ഞിന്റെ ഗ്രോത്ത് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ സത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാർ, നിങ്ങളാണോ ധനഞ്ജയൻ? ആ, ഞാനാണ്. റിപ്പോർട്ട്സ്. ഓ, അവിടെ
അല്ല, ഇതെങ്ങനെ സംഭവിക്കാനാണ്? ശിവാനി കൺസീവായ ഡേറ്റും ഇവള് കൺസീവായ ഡേറ്റും രണ്ടും ഒന്ന് തന്നെയാണ്. ആ ഡേറ്റ് മുതൽ ഇന്ന് വരെയുള്ള കുഞ്ഞിന്റെ ഗ്രോത്തിനെ പറ്റിയുള്ള റിപ്പോർട്ട് വരെ ഒരുപോലെ തന്നെ ഇരിക്കുന്നേ. എന്താണ് നീ പറയുന്നത് ദിഗ്വിജയ? അവള് വേറെ ഇവള് വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം എങ്ങനെ സംഭവിക്കാനാണ്? ഇല്ല, അത് ശിവാനി കൺസീവായ ഡേറ്റ് എനിക്ക് നല്ല ഓർമ്മയുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാ, അന്ന് വീട്ടിലൊരു പൂജ നടന്നു. അന്നാണ് അവള് തലചുറ്റി താഴെ വീണത്. അന്ന് മുതൽ ഇന്ന് വരെ എന്ന് പറയുമ്പോൾ ഇത്രയും ദിവസമായില്ലേ? അതായത് കറക്റ്റ് 4 months. അയ്യോ, എന്ത് പറ്റി ദിഗ്വിജയ? അതില് അതിലെന്താണ്? അതില് എന്താണ് ദിഗ്വിജയ ഇത്? അവളൊപ്പം നിന്റെ മരുമകൾ തന്നെയാണ്. ഇവളുടെ വയറ്റിൽ നാഗമാണിക്കുണ്ടോ? അറിയില്ല. ഇല്ല, അവള് നിന്റെ മരുമകൾ തന്നെ. അവളുടെ ഉള്ളിൽ നാഗമാണിക്കുണ്ട്. ഇവള് നാഗിനി ആയതുകൊണ്ട് തന്നെയാ അവളുടെ കുഞ്ഞ് പാമ്പിന്റെ രൂപത്തിൽ നമുക്ക് കാണുന്നത്. ഹലോ, ഇതൊക്കെ എങ്ങനെ നടക്കുന്നേ? എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. നീ ആണെങ്കിൽ സമാധാനമായിട്ട് കാർ ഓടിക്കുന്നു. എന്റെ മനസ്സിലുള്ള ടെൻഷൻ നിനക്ക് മനസ്സിലാവുന്നില്ലേ? വീട്ടിൽ വെച്ച് നടന്നത് ഓക്കെ, ആ ഡോക്ടർ എന്തോ നിനക്ക് വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞതാ. എന്നാ ഇപ്പോഴോ മെഷീന് തെറ്റുപറ്റുമോ? എന്റെ വയറ്റിൽ എങ്ങനെയാ കുഞ്ഞു വന്നത്? എന്തെങ്കിലും ഒരു മറുപടി പറ. ഇല്ലെങ്കിലേ എനിക്കുണ്ടാവുന്ന ടെൻഷനില്ലേ ഞാൻ ഈ ഡോർ ഓപ്പൺ ചെയ്തങ്ങ് ചാടിക്കളയും. എന്നാ പിന്നെ പറ, ഡോക്ടർ എന്താ നിന്നോട് പറഞ്ഞതെന്ന്? ഇതിന് മാത്രം ടെൻഷൻ അടിക്കുന്ന എന്തിനാ? ഇതൊന്നും അത്ര വലിയ കാര്യമല്ലെന്നേ. ഫുള്ള് പ്ലാനിങ് ആയിരുന്നു. അതായത് നമുക്ക് ഈ പ്രപഞ്ചത്തില് എന്തുണ്ടാക്കി എടുക്കണമെങ്കിലും അതെല്ലാം സെറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒരു ക്രിയേറ്റിവിറ്റി അല്ലേ? എന്റെ അമ്മേ, അത്രേ ഉള്ളോ? ഇത് ആദ്യമേ അങ്ങ് പറഞ്ഞ പോരായിരുന്നു. പൊട്ടൻ. സീറോ, നമ്മളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ദൈവത്തോടൊരു നന്ദി പറയാൻ. ഓഹോ, എനിക്ക് മനസ്സിലായി. വാ. ആശുപത്രി ചെന്നപ്പോ ഡോക്ടർ നീ പറഞ്ഞത് കേട്ട് നീ വിചാരിച്ച പോലെ ഡ്യൂപ്ലിക്കേറ്റ് റിപ്പോർട്ട് തന്നതിനല്ലേ താങ്ക്സ്? ഹെൽപ്പ് ചെയ്യുന്നത് ആരോ, എന്നാ താങ്ക്സ് മൊത്തം ദൈവത്തിന്. ശരി, വാ പോവാം. ദൈവമേ, ഞാനിപ്പോ നല്ല സൂപ്പർ ആയിട്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ എനിക്ക് നല്ല ആരോഗ്യവും ആയുസ്സും സമ്പത്തും എല്ലാം തന്നിട്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതകാലം മുഴുവൻ ഇങ്ങനെ സൂപ്പർ ആയിട്ടിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ. ഈശ്വര, ശിവാനി എന്നെ വിട്ടു പോയപ്പോ എനിക്ക് എന്റെ ജീവിതത്തിലുണ്ടായിരുന്ന വിശ്വാസവും പ്രതീക്ഷയും എല്ലാം അതോടെ നഷ്ടപ്പെട്ടു പോയിരുന്നു. അതേ പിന്നെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇവിടെയുള്ള എല്ലാ ചോദ്യവും നീ, അതിനുള്ള ഉത്തരവും നീ തന്നെയാണ്. ദൈവമേ, നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ എന്തൊക്കെയോ സംശയങ്ങൾ എന്നെ അലട്ടുന്നു.